അവിടെ ആകെ വേണ്ടത് ടാലിയും ചില എന്ന് പറഞ്ഞാൽ ഫ്രീ ആയി കിട്ടുന്ന, അതായത് നമുക്ക് ഏത് കമ്പ്യൂട്ടർ വാങ്ങിയാലും അതിന്റെ കൂടെ കുറച്ച് സോഫ്റ്റ്വെയർ ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടും. അത്തരം സോഫ്റ്റ്വെയറെ അവിടെ ഉപയോഗിക്കുന്നുള്ളൂ. വീണക്ക് ഒരു പണിയില്ല. വീണക്ക് ആകെ എന്താണ്, ഒരു അക്കൗണ്ട് തുറക്കുക, ആ അക്കൗണ്ടിലേക്ക് മാസാമാസം കർത്ത പൈസ ഇട്ട് കൊടുക്കും. എത്ര പൈസ? 5 ലക്ഷം റുപ്യ വീണക്ക്. വീണന്റെ കമ്പനിക്ക് 3 ലക്ഷം. എവിടെയും കേട്ടിരിക്കും നിങ്ങൾ? അതായത് ഒരു കമ്പനി വേറൊരു കമ്പനിയായിട്ട് ഇടപാടുണ്ടാക്കുക, എന്നിട്ട് കമ്പനിക്ക് 3 ലക്ഷം, ഈ കമ്പനിയുടെ ഉടമയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ഒരു 5 ലക്ഷം, അങ്ങനെ 5 3 8 ലക്ഷം, മാസം 8 ലക്ഷം. ഇതെല്ലാം പാടെ കൂടിയിട്ടാണ് എന്തായത് 1.72 ലക്ഷം കോടി. അതാണ് നേരത്തെ പറഞ്ഞത്. അപ്പോഴാണ് മൂപ്പത്തിയാർക്ക് അതും പോരാതെ വന്നപ്പം ഈ കർത്തായുടെ ഭാര്യയുടെ ഒരു കമ്പനി ഉണ്ട്, വേറെ കർത്തായും ഭാര്യയും കൂടി വേറൊരു കമ്പനി ഉണ്ട്. ആ കമ്പനിയിൽ നിന്ന് 36 25 ലക്ഷം 50 ലക്ഷം കടം വാങ്ങി. അതായത് ഈ മാസപ്പടി പോരാ, അതിന്റെ കൂടെ കടവും. ഈ കടം തിരിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. ഈ കടം വാങ്ങുക എന്നുള്ളത് തിരിച്ചു കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോരട്ടെ ഓർക്കും പ്രശ്നമില്ല. കാരണം എന്താ, കമ്പനി പ്രവർത്തിപ്പിക്കാം. കാരണം തന്തക്കും കൊടുക്കുന്നുണ്ട്, മോക്കും കൊടുക്കുന്നുണ്ട്. തന്തക്കും മോക്കും പൈസ ഇങ്ങനെ കൊടുക്കുകയാണ്. അങ്ങനെ ഈ കരിമണൽ കത്തായുടെ കമ്പനി ഇവർക്കൊക്കെ കോടികൾ കൊടുത്തത് കണക്കപ്പെടുത്തണമല്ലോ.